ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ് അത്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അത് അല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം and അവിടെ എന്താ മെസ്സേജസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. സാജിറ്റേറിയസിൻ്റെ ഓവറോൾ എനർജി. സാജിറ്റേറിയസ് നിങ്ങളുടെ ഓവറോൾ എനർജി കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 3 ഓഫ് വാൻഡ്സ്. ആൻഡ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ ചാരിയറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ ഓവറോൾ എനർജിയാണ്. ഇത് സ്കോർപ്പിയോ എനർജിയാണ്. മേ ബി നിങ്ങളൊരു സ്കോർപ്പിയോ ഇല്ല പൈസീസ് ക്യാൻസറുടെ കൂടെ ആയിരിക്കും ഡെയിലി ഉണ്ടാവുക. ഇതൊരു കുറേ ഇമോഷൻസിൻ്റെ എനർജിയാണ്. ഒരു ഇമോഷണൽ ഫ്ലോ പറഞ്ഞാൽ നിങ്ങൾ കുറേ ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ പേഴ്സൻ്റെ കൂടെ. നിങ്ങൾ രണ്ടാളും റിലേഷൻഷിപ്പിൽ ആണോ ഇല്ലേ, പക്ഷേ ഇവിടെ പറഞ്ഞാൽ അത് ക്ലിയർ അല്ല ഇതുവരെ. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട്. ഈ പേഴ്സണിൻ്റെ എനർജിയിൽ 3 ഓഫ് വാൻഡ്സ് ആണ്. അവർ ആക്ച്വലി ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്. എന്തോ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് നിങ്ങൾ ആക്ച്വലി എന്തോ മാനിഫെസ്റ്റ് ആണ് ചെയ്യണത്. ഓക്കെ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ മേ ബി ഈ സമയത്ത് നിങ്ങൾക്കും ഈ പേഴ്സണിന് അത്ര സമയം കിട്ടണില്ല സ്പെൻഡ് ചെയ്യാൻ. ഒരുമിച്ച് നിങ്ങൾക്ക് അത്ര സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടണില്ല. അതിൽ വെച്ചാൽ എന്തോ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങൾ പക്ഷേ ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ പേഴ്സണിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷൻ ഉണ്ട്. അവർ ആക്ച്വലി വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹിൻറ്റ് കിട്ടുമോയെന്ന്, ഓരൽസ് ഒരു ഓഫർ വരുമോ എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷെ അവർ നിങ്ങളെ കുറച്ചൊരു ലോങ് ടേം റിലേഷൻഷിപ്പ്, ലോങ് ടേം പാർട്ട്ണർഷിപ്പായിട്ടാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ഇവിടെ ഒരു ലവ് ഓഫർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിരിക്കാം. കുറേ സമയമായി നിങ്ങൾക്ക് പറഞ്ഞ പരിചയമുണ്ട്. നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു മുമ്പേ. ആൻഡ് ഇപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെച്ചാലും ഇവിടെ ഒരു സമയം നിങ്ങളുടെ ഫേവറിലാണ്. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകേണ്ട ഇപ്പോൾ പറഞ്ഞ ഒരു ഫോർവേഡ് മൂവ്മെൻ്റ് ഉണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ആൻഡ് എല്ലാം ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പാണ് ഞാൻ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഡിസ്റ്റൻസിൻ്റെ കാരണം നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ പേഴ്സൺ ഓരൽസ് നിങ്ങൾ ഇവിടെ ട്രാവലിൻ്റെ എനർജി കാണാറുണ്ട്. അപ്പം നിങ്ങൾ ആ പേഴ്സൻ്റെ അടുത്തായിരിക്കും ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഓരൽസ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടാവും ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ എന്തോ ഇവിടെ ഒരു ഫോർവേഡ് മൂവ്മെൻറ്റ് ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്? നിങ്ങൾ കുറച്ച് കോൾഡ് ആൻഡ് ഡിറ്റാച്ച്ഡ് ആണ് ഈ സമയത്ത്. നിങ്ങൾ പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്യണത്. ഓക്കെ, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ അത്ര ഇമോഷൻസ് കാണില്ല. ഇവിടെ 3 ഓഫ് കപ്സ് ഉണ്ട്, 10 ഓഫ് വാൻഡ്സ് ഉണ്ട്. അതെന്താ വെച്ചാൽ മേ ബി നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ. ഇല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി
നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ കാരണം കൊണ്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. മേ ബി നിങ്ങൾ ജോലി ചെയ്യണ സ്ഥലം വേറെ ആയിരിക്കും, ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾ കുറെ സമയമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു, പക്ഷെ തുറന്ന് നിങ്ങളുടെ ഫീലിങ്സ് ഇതുവരെ നിങ്ങൾ ഒരിക്കലും എക്സ്പ്രസ് ചെയ്തില്ല. അതുകൊണ്ട് ഇവിടെ കുറെ ഒരു ഹെവിനെസ് നിങ്ങൾ ഫീൽ ചെയ്യണു, ബാഗേജ് മാതിരി. എന്നുവെച്ചാൽ ഈ ഫീലിങ്സ് നിങ്ങളെ കുറെ റിപ്രസ് ചെയ്തിട്ട് അതിന് വെക്കണ്ടായിനെ. നിങ്ങളുടെ ഇമോഷൻസ് കാണിക്കാണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ലെവലിലായിരുന്നു കാര്യങ്ങൾ വെക്കണ്ടായിനെ. പക്ഷെ ആക്ച്വലി നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറെ ഡീപ്പ് ഫീലിങ്സ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഷോ ചെയ്യണ്ടായിരുന്നില്ല. ഈ പേഴ്സണിന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? 3 ഓഫ് സോർഡ്സ്. ചില കേസസിൽ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ കുറെ ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇവിടെ കാണുന്നത്. എന്നുവെച്ചാൽ ഇവിടെ അക്വേറിയസ് എനർജി, കിങ് ഓഫ് സോർഡ്സ് നിങ്ങളുടെ എനർജിയാണ് ആക്ച്വലി. ആൻഡ് ഇത് കിങ് ഓഫ് വാൻസ് ഏരീസ് ലിയോ സാജിറ്റേറിയസ് ആണ് ആക്ച്വലി. അപ്പോൾ ഈ പേഴ്സണിന് അറിയാം അത് എവിടെയോ നിങ്ങൾ ഹാർട്ട് ബ്രോക്കൺ ആണ്, നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആണെന്ന്. ഈ സിറ്റുവേഷനിൽ മുമ്പേ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു വെച്ചാൽ അവർക്ക് അറിയാം എവിടെയോ നിങ്ങൾ അതുകൊണ്ടും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോൾ ഈ പേഴ്സണിന് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ ഫീലിങ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ സ്ട്രോങ് ആണ്. ഇവിടെ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ആ തേർഡ് പാർട്ടി ഉണ്ട് എന്ന്. എന്താണ് ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്? നിങ്ങൾക്ക് ക്ലിയർ ആയി കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ വേണം എന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പണായി സംസാരിക്കണം എന്നുണ്ട്. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം ഹിഡൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ കുറെ ഹൈഡ് ചെയ്തിട്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നത്. നിങ്ങൾ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നു വെച്ചാൽ മേ ബി അവർ വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരൽസ് നിങ്ങൾ രണ്ടാളും വേറെ വേറെ ആൾക്കാരെ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നിങ്ങൾക്ക് ഒരിക്കലും അവരോട് പറയാൻ പറ്റിയില്ല അത് നിങ്ങൾക്കും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫീലിങ്സ് ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് ഈ പേഴ്സണ് അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ ഫീലിങ്സ് ഒക്കെ ഓപ്പൺ ആയി നിങ്ങൾക്ക് പറയണം എന്നുണ്ട്. ഈ പേഴ്സണിന്റെ എന്താണ് ഇന്റൻഷൻ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ? അവർ വെയിറ്റ് ആണ് ചെയ്യാൻ പോണത്. ഓക്കെ, എന്നുവെച്ചാൽ എവിടെയോ അവർ ഷുവർ അല്ല നിങ്ങളുടെ ഫീലിങ്സിനെ കുറിച്ച്. നിങ്ങൾ ഇത്രയും നല്ല പോലെ ഇതിനെ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർക്ക് ആക്ച്വലി ഷുവർ അല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഫീലിങ്സ് ഉള്ള ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. അപ്പൊ അവര് വെയിറ്റ് ആണ് ചെയ്യണത് നോക്കാൻ, അത് നിങ്ങൾ എന്തെങ്കിലും ഹിന്റ് തരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ എന്തായിരിക്കും ഫ്യൂച്ചറിൽ? നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ സൺ ആൻഡ് ക്വീൻ ഓഫ് വാൻസ് and 6 of swords. ഈ പേഴ്സന്റെ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്? 7 of wands, 9 of pentacles and fool. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ക്ലാരിറ്റി ആണ്. നിങ്ങൾ ഫൈനലി ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ക്ലിയർലി പേഴ്സണോട് തുറന്ന് പറയാൻ അത് നിങ്ങൾക്ക് ഈ പേഴ്സണെ ഇഷ്ടമാണെന്ന്. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ആദ്യം ട്രാവൽഡ് എനർജി ഇവിടെ കാണാണ്ട്, അതല്ലച്ച നിങ്ങൾ സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കായിരിക്കും പോവുണ്ടാവുക. ഈ പേഴ്സന്റെ എനർജിയിൽ 7 of wands, 9 of pentacles and fool. ഇവരും ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ ഇപ്പോൾ റെഡിയാണ്. അവരും അവരുടെ ഇമോഷൻസ് അവർ ഷുവർ ആയിരുന്നില്ല കുറെ സമയം വരെ. അവരവരുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. പക്ഷെ ഇപ്പൊ അവർ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കാൻ റെഡിയാണ് ഈ റിലേഷൻഷിപ്പിൽ. എന്താണ് ഇവിടെ ഔട്ട്കം? ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്തായിരിക്കും? ലവേഴ്സ്. അപ്പൊ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഓക്കെ, ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ജെമിനൈ എനർജി ഉണ്ട് ഇവിടെ, ടവർ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് വെരി സൂൺ. ഹാങ്ഡ് മാൻ, പൈസീസ് എനർജി. അപ്പൊ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം പറഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് എന്തോ ഉണ്ടാവാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഒരു ന്യൂ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു നിങ്ങൾ ഇതുവരെ ആ പേഴ്സണോട് പറഞ്ഞില്ല നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്ന്. അങ്ങനെ ആണെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങൾ ഫൈനലി ഈ പേഴ്സണോട് തുറന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ.
ആൻഡ് ഇവിടെ ഒരു ഹാപ്പി ഔട്ട്കം ആണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ആണ് ഞാൻ കാണുന്നത്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ്, മാരേജിലേക്കും പോവാം, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ എന്താണ് ഇവിടെ ഈ പേഴ്സന്റെ മനസ്സിലുള്ള തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? യു സ്പീക്ക് ടു മീ ത്രൂ മ്യൂസിക്. I wonder if you are happy without me. You were the best thing in my life. I lost myself for a little while. അപ്പോൾ ഇതാണ് ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ള തോട്ട്സ്. I left you before you could leave me. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ലിയോ, സ്കോർപ്പിയോ, പൈസീസ് ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട് നിങ്ങളുടെ സൈൻ, ആൻഡ് ക്യാൻസറും ഉണ്ട്. ഓക്കെ, അപ്പോൾ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സൈൻസ്. ജെമിനായി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ സൈൻസ് ഇവിടെ ഞാൻ കാണുന്നത്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിലെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.